രാവിലെ തന്നെ എണീറ്റ് 3 ബൈക്കും സെറ്റാക്കിട്ടോ. ലഗേജുകൾ കെട്ടിയാണ്ട് നമ്മളിന്ന് പോകാൻ പോണേ നിബ്രയ്ക്ക് വേണ്ടിയിട്ട് നല്ല പണിയാണ്. രാവിലെ എണീറ്റിട്ട് ഫുള്ള് റൂം പരന്ന് കിടക്കലേനു. ഒക്കെ സെറ്റാക്കി എടുത്തപ്പോൾ ഒരുപാട് സമയമായി. ഇപ്പോൾ ടൈം 10:30 ആയിട്ടോ. ഞാൻ ഇറങ്ങിയിട്ട് വേണം പോകാൻ. 3 വണ്ടിമേ ഓരോരുത്തർ വെച്ചിട്ട് പോണേ. അത്യാവശ്യം ലഗേജ് എല്ലാത്തിമൊക്കെ ഉണ്ട്. ഒരു രസം നല്ല അടുങ്ങാറാണ്. രാവിലെ വെച്ചാൽ കുറേ പണിയെടുത്തിട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇനി ഇറങ്ങിയിട്ട് വേണം ഒരു ഗുളികയും കൂടി എടുക്കുകയാണ്. ഇന്നലെ നമ്മൾ രാവിലെ ഗുളിക കഴിച്ചു. ഇപ്പം ഗുളിക കഴിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് ഗുളിക കഴിച്ചിട്ട് പോകാം അവരുടെ കേട്ടോ. ഓരോരോ വണ്ടി കണ്ടത്. ഇത് ഹിമാലയൻ 1, ഇത് ഹിമാലയൻ പുതിയത്, ഇതിനൊക്കെ ഫുൾ ഓടാണ്. പിന്നെ ഫൈസിൻ്റെ വണ്ടി ഇത്. അങ്ങനെ 3 വണ്ടി നമുക്ക് പോകാം. നമ്മൾ പോണ സ്ഥലത്ത് ഇങ്ങനെ സൂപ്പർ മാർക്കറ്റൊന്നും കിട്ടില്ല. അപ്പോൾ തൽക്കാലം നമുക്ക് ഉണ്ടാക്കി കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വന്നാട്ടോ. മാറൂഫാക്കണം അവിടെ കുത്തിട്ട് അവിടെ ഫുഡ് ഓർഡർ ആക്കിക്കണേ. രാവിലത്തെ ചായ കഴിഞ്ഞിട്ട് സാധനം വാങ്ങിയിട്ട് വേണം പോകാൻ. ഈ വഴി പോകുമ്പോൾ ഇവിടെ നമ്മളെ 3 വണ്ടിൻ്റെ നമ്പർ, പേര്, മൊബൈൽ നമ്പറൊക്കെ കൊടുത്തിട്ടാണ് അവിടുന്ന് പോകണത്. വേറെ ഒന്നുമില്ല, ഫോർ സെക്യൂരിറ്റി. ശരിക്കും നമ്മളിപ്പോൾ ഒരു ചുരം കയറി മലൻ്റെ മുകളിലൊക്കെ പോകുന്നത്. ഈ പോകുന്ന വഴിയൊക്കെ നല്ല രസം കേട്ടോ. പുല്ലും ഇതൊക്കെയാണ്. ഫസ്റ്റ് ടൈം കുറച്ചങ്ങ് എത്തുമ്പോഴാണ് സീന് മാറുന്നത്. റോഡ് ഫുള്ള് ധാറൊന്നുമില്ല, ഫുള്ള് ചരലിട്ട് റോഡാട്ടോ. എന്നാലും അടിക്ക് നോക്കിയാൽ നമുക്ക് ഈ ടൗണ് മൊത്തം കാണാം. ലേ ടൗൺ കേട്ടോ കാണുന്നത്. അപ്പുറത്തേക്കാണ് മഞ്ഞുമല. നമ്മൾ ഒരുപാട് കയറുന്നുണ്ട്. ഈ ചുരങ്ങൾ മുഴുവൻ കയറുന്നതാണ്. നമ്മൾ നിൽക്കുന്നിടത്തും മഞ്ഞ് വരാൻ പോവാണ് ഗൈസ്. അവിടെ കണ്ടോ മഞ്ഞ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഫുള്ള് വന്നത് മൊട്ട കുന്നും കൂടെ കേട്ടോ. ഭയങ്കര ഡേഞ്ചർ കുന്നാണ്. സൈഡിൽ കൂടെ ഒക്കെ അടിപൊളി വ്യൂ ആണ് കേട്ടോ. വരുമ്പോഴൊക്കെ കാണാനുള്ളത്. 3 വണ്ടികളായിട്ട് നമുക്ക് പോകുന്നത്. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കർദുംഗ്ല പാസ് ആണ്. 4 വർഷം മുമ്പ് വരെ ഹയസ്റ്റ് മോട്ടറബിൾ പാസ് എന്ന് അറിയപ്പെട്ടിരുന്നത് ഇവിടെ. ഇപ്പോൾ അത് മാറിയിട്ട് ഉംലിങ്ങിലായിക്കണേ. അവിടേക്കാണ് ഇപ്പോൾ അത്യാവശ്യം വിനോദസഞ്ചാരികളൊക്കെ പോകുന്നത്. ഒരുപാട് ദൂരം പോകുന്നത് നമ്മൾ കർദുംഗിൽ എത്തിട്ടോ. വണ്ടിയുടെ സൈഡാക്കിയാണ്. ഒരു ഫോട്ടോ എടുക്കാൻ പെരുന്തിരക്കാം. പായസ അവിടെ കയറ്റാൻ നിൽക്കണേ. അവിടെ ഇങ്ങനെ ചെറുതായിട്ട് മഞ്ഞാണ്. ഇവിടെ മഞ്ഞൊന്നും അത്ര ഇല്ല. പിന്നെ ആ സൈഡിലൊക്കെ ഇങ്ങനെ കുറച്ച് ദിവസം ഒക്കെ ചളി മഞ്ഞാണ്. ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഏരിയ കേട്ടോ. ഈ ഒരു ബോർഡാണ് ഇവിടുത്തെ മെയിൻ. ഇതിന് ഫോട്ടോ എടുക്കുന്നുള്ള വലിയ കാര്യം കേട്ടോ. നമുക്കും ഫോട്ടോ എടുക്കണം. വെയിറ്റിംഗ്. ഇത് നീർച്ചക്ക് വരിക്കണ മാതിരിയാ. അവിടെ മാറുമ്പോൾ വരിക്കും. കുറെ നേരം വരുമ്പോ ഫോട്ടോ എടുക്കണം കേട്ടോ. അവിടെ എല്ലാവരും ഫോട്ടോ എടുത്ത് അരിച്ചതാ. മാറുമ്പോ നല്ല കൂടിയ ചായ ഒക്കെ ഓർഡർ ചെയ്ത് കസാലൊക്കെ ഇട്ട് കുത്തി കുടിച്ചിട്ടുണ്ട്. വൈബ് ഞാനൊക്കെ തന്നെ വൈബ്. അതാണ് ഞങ്ങള് ചായക്കട. സിമ്പിളാണ്. നമ്മളിട്ട് എവിടെ പോയി ഇരുന്ന് കുടിച്ചു. വൈബ് തമ്മില്ല. അവിടെ അങ്ങനെ നിൽക്കുന്നവരെ ആൾക്കാർ കൂടി വരും കേട്ടോ. അവിടെ ഫോട്ടോ എടുക്കുന്ന അവിടെ 1250 GS ഒന്നും ഇവിടെ വേറെന്താ കൂടി വിജയനഗർ അങ്ങനെ ഈ ഒരു ഏരിയ മഞ്ഞുകാലത്തുള്ള മഞ്ഞാണ്. ഭയങ്കര രസമാണ്. അവിടെ കുറച്ചൊക്കെ ഇപ്പോഴൊന്നും ഒഴിഞ്ഞു കിട്ടിട്ടോ. കൂടുതൽ ആൾക്കാർ കാണുന്നത് അയിമ കയറി തിമ്മ കയറി. ഇവിടെ ഉണ്ട് ഓരോരോ സ്ഥലത്തേക്കുള്ള പേരുകൾ എത്തിച്ചിന്. ഇമ്മലൊക്കെ ആരൊക്കെ വന്നോണ്ട് സ്റ്റിക്കർ ഒട്ടിച്ച് പോയിക്കണ്ടോ ഫുള്ള്. കാലാവസ്ഥ നല്ല ഹെൽപ്പിനുണ്ടോ. കയ്യൊക്കെ ആകെ പോയിക്കണ്. അതൊരു ഇവിടെ നമ്മൾ കുണ്ടറക്കാണ്. റഷ്യക്ക് പോകണ്ടോ. ഇവിടുന്ന് ഇറങ്ങി കർദുംഗ്ല പാസിൻ്റെ അങ്ങോട്ട് റോഡ് പിന്നെ ധാരയെ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ചുണ്ടായത് ഇതേമാതിരി ഇൻ്റർലോക്ക് പാകിയ റോഡും പിന്നെ ഫുള്ള് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് മൊത്തമായിട്ട്. ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പോകാൻ. നമുക്ക് ലഗേജും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് റിസ്ക് എടുത്തിട്ടാണ് വണ്ടി കൊണ്ട് പോയത്. റൂട്ടൊക്കെ വണ്ടി നിങ്ങൾ സൈഡാക്കി ആയിക്കോട്ടെ റൂട്ട് കിട്ടും. അപ്പോൾ മുട്ടായി അപ്പോൾ അയച്ചിട്ടുണ്ട്. സംഭവം സമയം 3 മണി ആയിക്കണ്. രാവിലെ ചെവി കൂടെ അവിടെ മഞ്ഞിട്ടോ. മഞ്ഞ് കുറവാണ്. എന്നാലും ഉള്ളു വള്ളംകുടിന്റെ കമ്മി ഉണ്ടല്ലോ. സ്നിക്കേഴ്സ് കഴിക്കൂ. നല്ലൊരു പരസ്യപ്പത്.
ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യാൻ വിചാരിക്കുന്നത് ഹണ്ടർ എന്ന സ്ഥലത്താണ്. ഹണ്ടറിൽ ഒന്നെങ്കിൽ നമ്മൾ ടെൻ്റ് അടിച്ച് കിടക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ പായ്സ് പണ്ട് പോയ റൂമുണ്ട് അവിടെ സ്റ്റേ ചെയ്തിട്ട് ബാക്കി അവിടെ നിന്ന് കാണാമെന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശം. അങ്ങനെ മലൻ്റെ അടിവാരങ്ങളൊക്കെ താഴ്ന്ന് വന്നിട്ട് ഞങ്ങൾ കർദുങ് എത്തിയിട്ട്, കർദുങ് എന്ന സ്ഥലത്ത് ഇവിടെ ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ച് സമയം 3-3:30 കഴിക്കണേ. എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഇനി കുറേ പോകണം. വൈകണല്ലോ ഫുഡ് കഴിക്കാം. വണ്ടി ഒക്കെ നിർത്തിന് ഇവിടെ കുറേ ആൾക്കാരുണ്ടോ, ഒക്കെ റെൻ്റ് വണ്ടിന് കളിയാണ് ഇവിടെ. പിന്നെ അമ്മ നാട്ടിൽ നിന്ന് കൊടുത്താണ് ഓരോ സാധനം ഇറക്കും 4 കാലും. അച്ഛനാ പ്രാവശ്യം ഞങ്ങൾ വന്നൊരു ബ്ലോക്ക് കുടുങ്ങിട്ട് നിറച്ചിറക്കാറുണ്ട്. അവിടെ എന്തോ റോഡുകൊണ്ടെന്തോ നടക്കണം, അവിടെ ഫുഡ് കഴിക്കുന്നു. ഇപ്പോൾ കുറഞ്ഞ കേൾക്കണോ ആകെ ബ്ലോക്കാം. ഫുള്ള് ബ്ലോക്കാട്ടോ വണ്ടി. ഇവിടുത്തെ റോഡ് ഹൈവേ ആണ് കണ്ടാണ്ട് സ്പീഡ് പോകാനല്ലോ കേട്ടോ. പെട്ടെന്ന് കാരണം റോഡിൻ്റെ ടറൈനൊക്കെ മാറിയിട്ട് ലോക്കൽ റോഡാവാം, ഫുള്ള് പൊട്ടിപ്പൊണ്ണ റോഡാവാം. അങ്ങനെ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് അങ്ങനെ പതുക്കെയാണ് പോകുന്ന റോഡ് കൂടെ കേട്ടോ. ഒരു രക്ഷയില്ലാത്ത റൂട്ട് ഇറങ്ങിയിട്ട് വന്ന് വണ്ടീൻ്റെ മേലിൻ്റെയൊക്കെ കളറൊക്കെ മാറി ആകെ പൊടിയതൊക്കെ കണ്ടോ. എൻ്റെ കയ്യൊക്കെ ഫുള്ള് പൊടിയാണ്. ഇതൊക്കെ പൊടിയായി ഫുള്ള്, ഭയങ്കര പൊടി. പണി നടക്കുക സെറ്റ്. നല്ല രസമാണ് ഡ്രൈവ്. എൻ്റെ ഫ്രണ്ടിനെ കണ്ടുപിടുന്നിട്ട് കുറേ നേരമായി. സൂര്യനാസ്തമിച്ച് തുടങ്ങിട്ടോ. ഞങ്ങളിങ്ങനെ പോയി പടത്തോട്ട് പിരിയാം. നാളെ കാണാം. ഇനി നമുക്ക് 29 കിലോമീറ്റർ കേട്ടോ ഇവിടുന്ന് ഓടുള്ളത്. മുക്കാലായിട്ട് നമ്മളിവിടെ റൂമൊക്കെ വന്നാണ്. നമ്മളെ പായസ് കഴിഞ്ഞല്ല വന്നപ്പോഴത്തെ റൂമാണല്ലോ ഇവിടെ. പക്ഷെ ഇവിടെ റേറ്റ് ബമ്പർ റേറ്റാ. അന്ന് 800 രൂപയ്ക്ക്, അത് സീസണിൽ മഞ്ഞുള്ള സമയത്ത് വന്നിട്ട് അവർക്ക് കിട്ടീന് 800 രൂപയ്ക്ക്. ഇപ്പോൾ സീസൺ അല്ലാതെ 1500 രൂപ, 1200 ലാസ്റ്റ് വരെ ഉണ്ട്. നോക്കാം. കുറേ വർത്താനം പറഞ്ഞാൽ നമ്മൾ റൂം എടുത്തിട്ടോ 1,100 റൂം ഒപ്പിച്ചു.